നാന കാക്കു ബോൺസാം, പോൾ ദി ഒക്ടോപ്പസ്, അഖിലസ് ദി കാറ്റ്, ലിയോൺ ദി പോർക്യുപൈൻ, പെറ്റി എന്ന ഹിപ്പോപ്പൊട്ടാമസ്, ഗാനയിലെ ആൻറ്റൺ ദി മങ്കി, ഇങ്ങനെ കുറേ പേർ. ഇവയ്ക്കെല്ലാം അഭേദ്യ ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിന് മുമ്പ് വളരെ കൗതുകം നിറഞ്ഞ ചില വാർത്തകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗാനയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ സ്ട്രൈക്കർ ഹാരി കെയ്ൻ ഗാനയ്ക്കെതിരെ ഗോൾ അടിക്കില്ലെന്നും താൻ അദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെട്ടത് ഒരു ദുർമന്ത്രവാദിയാണ്. ആ ദുർമന്ത്രവാദി ആ സമയത്ത് രംഗത്തെത്തുകയും ചെയ്തു, അത് വാർത്തയാവുകയും ചെയ്തു. മത്സരത്തിൽ നിർഭാഗ്യവശാൽ ഹാരി കെയ്ന് ഗോൾ അടിക്കാനുമായില്ല. ഗ്രൂപ്പ് എല്ലിലെ നിർണായക മത്സരത്തിൽ ഗാനയോട് സമനില വഴങ്ങേണ്ടി വന്നു ശക്തരായ ഇംഗ്ലണ്ടിന്. അതായത് കെയ്ൻ മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് താരത്തിനും ആ മത്സരത്തിൽ ഗോൾ അടിക്കാനായില്ല എന്ന് സാരം. ആദ്യ കളിയിൽ വമ്പന്മാരായ ക്രൊയേഷ്യയെ വലിയ മാർജിനിൽ ഗോൾ അടിച്ചുകൂട്ടി തോൽപ്പിച്ചിരുന്നു ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിനാണ് തോൽവിയോളം നിരാശ സമ്മാനിച്ച ഗോൾ രഹിത സമനിലയിൽ കഴിഞ്ഞ ദിനം ഗാനയുമായുള്ള മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നത്. കളിയിൽ കൃത്യമായി ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാതെ പോയതും മുന്നേറ്റത്തിൽ വരുത്തിയ പിഴവുകളും ഇംഗ്ലണ്ടിന് വിനയാവുകയായിരുന്നു മത്സരത്തിൽ. ഏതാണ്ട് 20ഓളം ഷോട്ടുകൾ ഗാനയുടെ ഗോൾ മുഖത്തേക്ക് ഇംഗ്ലണ്ട് ഹാരി കെയ്ൻ്റെ നേതൃത്വത്തിൽ തൊടുത്തെങ്കിലും കേവലം 3 മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റായി ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം ക്രോസ് ബാറിൽ തട്ടി തെറിച്ചുപോയതും ഇംഗ്ലണ്ടിൽ നിന്നും നിർണായകമായ വിജയത്തെ, ആ പോയിന്റിനെ അകറ്റുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയ ഹാരി കെയ്ൻ ഈ മത്സരത്തിൽ മികച്ച 2 അവസരങ്ങൾ തുലക്കുകയും ചെയ്തു. അതോടെ ഹാരി കെയ്നെതിരെ മന്ത്രവാദം ചെയ്തുവെന്ന് ആരോപിക്കുന്ന ഈ ദുർമന്ത്രവാദിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. താൻ ഹാരി കെയ്നെ ശപിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഗാനയ്ക്കെതിരായ മത്സരത്തിൽ കെയ്ൻ ഗോൾ നേടിയില്ലെന്നുമായിരുന്നു ഗാനയിലെ കുപ്രസിദ്ധ ദുർമന്ത്രവാദിയായ നാന കാക്കു ബോൺസാം അവകാശപ്പെട്ടത്. അയാൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അതിനൊപ്പം തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് 2014 ഒരു ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി പോർച്ചുഗീസ് താരം സാക്ഷാൽ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പരിക്കേൽക്കാൻ താൻ മന്ത്രവാദം ചെയ്തതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അന്നും റൊണാൾഡോയ്ക്ക് പരിക്കുണ്ടായിരുന്നത്രേ. ഈ ദുർമന്ത്രവാദി നാന കാക്കു ബോൺസാമിന് പൂർവാശ്രമത്തിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഗാനയിലെ അഫ്രാൻചോ ഗ്രാമത്തിൽ ജനിച്ച ഇദ്ദേഹം 92-ൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇദ്ദേഹം മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞതത്രേ. ഗാനയിലെ പ്രാദേശിക വിശ്വാസങ്ങളും പരമ്പരാഗത ആചാരങ്ങളും പിന്തുടരുന്ന അദ്ദേഹം അവിടുത്തെ ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ഹാരി കെയ്ൻ ഗോൾ അടിക്കാത്തതിന് ശേഷം മറ്റൊരു ട്വിസ്റ്റ് കൂടി ഈ കഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. മത്സരശേഷം ഹാരി കെയ്ൻ്റെ ശാപം മാറാനുള്ള കാര്യങ്ങൾ കൂടി താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനാകുമെന്നും അദ്ദേഹം പുതുതായി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് രോഗകാരിയായ വൈറസ് പരത്തിയതും മന്ത്രവാദിയാണ്, അതിനുശേഷം അതിൻ്റെ പ്രതിക്രിയ ചെയ്യുന്നതും അതേ മന്ത്രവാദി തന്നെയാണ്. 10 തലയാ തനി രാവണൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇതിനു മുമ്പ് ഇതേപോലെ ദുർമന്ത്രവാദമല്ല, പ്രവചനങ്ങളുമായി ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരാളുണ്ടായിരുന്നു. 2010 ലോകകപ്പിൻ്റെ സമയത്ത് ഒരു നീരാളി ഉണ്ടായിരുന്നു, പോൾ ദി ഒക്ടോപ്പസ് അഥവാ പോൾ നീരാളി. നമ്മൾ മറന്നു തുടങ്ങിയൊരു കഥയാണിത്. 2010 സൗത്ത് ആഫ്രിക്ക ലോകകപ്പിൽ തൻ്റെ പ്രവചനങ്ങൾ കൊണ്ട് ഞെട്ടിച്ച ആളായിരുന്നു ആ നീരാളി. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ലോകകപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു കളിക്കാരനോ അല്ലെങ്കിൽ ഒരു കോച്ചിനോ അല്ലെങ്കിൽ ഒരു റഫറിക്കോ ഒന്നും അല്ലാതെ തന്നെ ഒരു സൂപ്പർ താര പരിവേഷം ലഭിച്ച ഒരേ ഒരു ആളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതാണ് ഈ പോൾ നീരാളി. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ, ഫുട്ബോൾ മത്സരങ്ങളുടെ ഫലങ്ങൾ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ നീരാളി മാത്രമായിരുന്ന പോൾ വലിയ ചർച്ചയായത് കേവലം കൗതുകം കൊണ്ട് മാത്രമല്ല. തൻ്റെ പ്രവചനങ്ങളിൽ 83.7% വിജയിച്ച ചരിത്രം കൂടിയുണ്ട് ഈ പോൾ നീരാളിക്ക്. ഈ പ്രവചനങ്ങൾ എങ്ങനെ എന്ന പ്രോസസ്സും ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഈ നീരാളി പ്രവചിക്കുന്നത് എന്ന പ്രോസസ്സ്. പ്രവചനവേളയിൽ വരാനിരിക്കുന്ന മത്സരത്തിൽ കളിക്കുന്ന ടീമുകളുടെ പതാകകൾ കൊണ്ട് അലങ്കരിച്ച ഭക്ഷണമടങ്ങിയ 2 പെട്ടികൾ പോളിൻ്റെ സൂക്ഷിപ്പുകാർ, ഈ പോൾ നീരാളിയുടെ സൂക്ഷിപ്പുകാർ പോളിനൊപ്പം അത് കഴിയുന്ന അക്വേറിയത്തിൽ വെക്കുന്നു. ആദ്യം ഏത് ബോക്സ് പെട്ടിയിലെ ഭക്ഷണം പോൾ കഴിക്കുന്നുണ്ടോ ആ ടീം വിജയിക്കുമെന്നായിരുന്നു പ്രവചനം. 2008 യൂറോ കപ്പിൽ ജർമ്മനിയുടെ മത്സരഫലങ്ങൾ പ്രവചിച്ചുകൊണ്ട് തൻ്റെ പ്രവചന കരിയർ ആരംഭിച്ച പോൾ എന്ന നീരാളിക്ക് പ്രേക്ഷക ശ്രദ്ധ കൂടുതൽ, അല്ലെങ്കിൽ വാർത്താ ശ്രദ്ധ കൂടുതലും ലഭിച്ചത് 2010 ലോകകപ്പിലെ പ്രവചനങ്ങളോട് കൂടിയാണ്. ആ ലോകകപ്പിൽ ജർമ്മനിയുടെ 7 മത്സരങ്ങളിലെയും ഫലങ്ങൾ കൃത്യമായി പ്രവചിക്കുകയുണ്ടായി പോൾ എന്ന നീരാളി. ഫൈനലിൽ ഹോളണ്ടിനെ കീഴടക്കി സ്പെയിൻ കിരീടം ഉയർത്തുമെന്നും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ആ നീരാളി അന്ന് പ്രവചിക്കുകയുണ്ടായി. അതായത് സ്പെയിനിൻ്റെ ബോക്സിലെ ഭക്ഷണം കൃത്യമായി അത് കഴിക്കുകയുണ്ടായി എന്ന് സാരം. ആകെ നടത്തിയ 14 പ്രവചനങ്ങളിൽ 12 കൃത്യമാക്കിയപ്പോൾ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഈ പ്രവചനങ്ങളിൽ ആ ലോകകപ്പിൻ്റെ സമയത്തുള്ള ഏറ്റവും വലിയ പ്രവചനം എന്നത്, ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രവചനം എന്നത് ഫൈനലിനേക്കാൾ ജർമ്മനി സെർബിയ മത്സരത്തിലെ പ്രവചനമാണ്. ശക്തരായ ജർമ്മനിക്കെതിരെ സെർബിയ വിജയിക്കുമെന്നായിരുന്നു പോൾ നീരാളിയുടെ അന്നത്തെ പ്രവചനം.
അന്നത് ആരും സംഭവിക്കുമെന്ന് കരുതിയില്ല. പക്ഷേ മത്സരത്തിൽ സെർബിയ എന്ന കുഞ്ഞൻ രാജ്യം ജർമ്മനി എന്ന ലോക ഫുട്ബോളിലെ അധികായരായ ജർമ്മനി എന്ന ടീമിനെ 1-0 അട്ടിമറിക്കുകയുണ്ടായി. അതോടെയാണ് പോൾ നീരാളിയും മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോൾ നീരാളി മരണത്തിനും കീഴടങ്ങുന്നത്. 2010 ഒക്ടോബർ 26 ജർമ്മനിയിലെ ഒബർഹൗസനിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുമ്പോൾ ഈ പോൾ എന്ന നീരാളിക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിൽക്കാലത്ത് പോൾ എന്ന നീരാളിയെ അനുകരിച്ചുകൊണ്ട് ലോകകപ്പ് വേദികളിൽ പല ജീവികളെയും പ്രവചനത്തിനായി എത്തിച്ചെങ്കിലും ഈ പോളിൻ്റെ അത്ര വാർത്താ പ്രാധാന്യം അവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. 2018 റഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് പൂച്ചയും മുള്ളൻപന്നിയും ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ പ്രവചനവുമായി രംഗത്ത് വന്നിരുന്നു. നൈജീരിയയും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൽ അർജന്റീന തോൽക്കുമെന്നായിരുന്നു അച്ചിലി പൂച്ച എന്ന ആളുകൾ ട്രോളുകൾ കൊണ്ട് കളിയാക്കി വിളിച്ചിരുന്ന അഖിലസ് എന്ന പൂച്ചയുടെ പ്രവചനം. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ അർജന്റീന ആ മത്സരം ജയിക്കുകയുണ്ടായി. ഈ പ്രവചനം പക്ഷേ തെറ്റിയെങ്കിലും ഈ ലോകകപ്പിലെ തന്നെ പല കളികളിലും കൃത്യമായ പ്രവചനം നടത്തിയിട്ടുണ്ട് ഈ അഖിലസ് പൂച്ച. ഇതിൻ്റെ പ്രവചന രീതിയും ഡിഫറൻ്റ് ആയിരുന്നു. 2 പാത്രങ്ങളിൽ പാൽ വയ്ക്കുന്നു. കളിക്കുന്ന രാജ്യങ്ങളുടെ കൊടി ഓരോ പാത്രത്തിനടുത്തും ഉണ്ടാകും. പൂച്ച ഏത് പാത്രത്തിലെ പാലാണ് കുടിക്കുന്നതെന്ന് നോക്കിയാണ് വിജയികളെ പ്രവചിച്ചിരുന്നത്. ആ ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ റഷ്യ ജയിക്കുമെന്ന് പ്രവചിച്ചത് ശരിയായതോടെയാണ് ഈ പൂച്ചയെ, അഖിലസ് പൂച്ചയെ, ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 2010 തന്നെ പോൾ നീരാളിക്ക് മറ്റൊരു എതിരാളി കൂടിയുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ ഒട്ടേറെ ശരിയായ പ്രവചനങ്ങൾ നടത്തി പേരെടുത്തിരുന്ന മണിത്തത്ത. എന്നാൽ പ്രവചനം ഫൈനലിലെ ആ തത്തയുടെ പ്രവചനം മാത്രം അന്ന് തെറ്റായിപ്പോയി. തത്ത ഹോളണ്ടിനെയായിരുന്നു അന്ന് ഫൈനലിൽ വിജയികളായി പ്രവചിച്ചത്. അതുപോലെ ജർമ്മനിയിലെ ഷെംനിറ്റ്സ് മൃഗശാലയിൽ ലിയോൺ എന്ന മുള്ളൻ പന്നിയും സെർബിയയിലെ പെറ്റി എന്ന ഹിപ്പോപ്പൊട്ടാമസും ഗാനയിലെ ആൻറ്റൺ എന്ന കുരങ്ങനുമൊക്കെ ലോക പ്രവചനക്കാര്യത്തിൽ അരക്കൈ നോക്കിയവരാണ്. പലതും ശരിയായവരാണ്. ആ കൂട്ടത്തിലേക്ക് ഇതാ ദുർമന്ത്രവാദ പ്രവചനവുമായി ഒരു മനുഷ്യനും. പേര് നാന കാക്കു ബോൺസാം. ഇനി എന്തൊക്കെ കാണണം?